ഹലോ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്ന കാര്യം അറിഞ്ഞ? എവിടെ സ്പോട്ട് എവിടെ? ഹൈ ഗായ്സ്, ഞാൻ അപ്പിലു. തിന്ന പരിപാടി എന്ത് വേണേലും ആവട്ടെ, തീറ്റ എന്ന് പറയുന്ന രണ്ട് വാക്കിന്റെ വലിയ സെക്ഷനോ ചെറിയ സെക്ഷനോ ആയാലും കൊടുക്കുന്ന ഫുഡ് അത് കൽവിൽ കയറി പറ്റിയാൽ തന്നെ പരിപാടി ഏകദേശം വിജയിച്ചു എന്നൊക്കെയാണ് കാരണവന്മാരും ഫുഡ് അടി അസോസിയേഷനും പറയാറുള്ളത്. ഇന്ന് കേട്ടോളി, കൊടുത്ത ഫുഡ് പള്ളേന്ന് കൊട്ടിക്കളയും മുന്നേ നാലാളടുത്ത് പോയി പറയും വേണം. കഴിച്ച ഫുഡിന്റെ ഗ്യാസും ഏമ്പക്കവും ചുരുങ്ങിയത് ഒരു 3-4 ദിവസമെങ്കിലും അങ്ങാടിയിലും മൊക്കിലും മൂലയിലൊക്കെ കിടന്ന് കളിക്കണം. അതിനെ പറ്റി നല്ല ചൊണക്കുട്ടികൾ നടത്തുന്ന നല്ല അടിപൊളി കാറ്ററിംഗിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. സാക്ഷാൽ PP കാറ്ററിംഗ്. മുട്ടയൊടുക്കല്, നിക്കാഹ്, കല്യാണം, ഡൈവോഴ്സ്, മുട്ടയടിക്കല്, വെപ്പുമുടി വെക്കല്, കുട്ടി ജനിക്കല്, ഉദ്ഘാടനം, നന്ദി, സ്വാഗതം, അങ്ങനെ ഈ ദുനിയാവിൽ എന്തൊക്കെ പരിപാടിക്കും 5, 10, 15 കാക്കത്തൊള്ളായിരം വരെ ജനങ്ങൾ വന്നാലും മട്ടൻ ബിരിയാണി പൊട്ടിച്ച് ദമ്മിന്റെ പവർ പോലെ തുടക്കം മുതൽ അവസാനം വരെ ആ ദമ്മിൽ തന്നെ നിൽക്കും. ഒരു കുറവും വരൂലേ. അതാണ് PP കാറ്ററിംഗ്. ചുരുക്കം കുറച്ചധികം വിഭവങ്ങളും പ്രിപ്പയറിംഗും കാര്യങ്ങളും കാണാൻ വേണ്ടി അടുക്കളയുടെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഈ കാറ്ററിംഗിന്റെ അടിവേര് നമുക്ക് കാണാൻ പറ്റി. പണിക്കാരെ കൂടെ പണിയെടുത്ത് മുതലാളി അല്ലാത്ത പോലെ നിൽക്കുന്നതിന്റെ നല്ലൊരു മുതലാളി. നമുക്കിന്റെ ഫുഡ് അടി പരിപാടിയിലേക്ക് വിട്ടാലോ? ഞാൻ കുറച്ച് കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെ ഇരുന്നത്. അതാവുമ്പോ നല്ല അടിയടിക്കാം. നല്ല ചെമ്മീൻ കബാബും മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ബീഫ് റിബ്സിന്റെ മന്തിയും നല്ല ചൂടുള്ള മട്ടൻ ബിരിയാണിയൊക്കെ കൂട്ടി നമ്മളെ ടേബിൾ ഫുൾ അങ്ങോട്ട് അലങ്കരിച്ച് അലങ്കോലാക്കി. PP കാറ്ററിംഗിന്റെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി മണ്ണാർക്കാട് മാനമുട്ടും വരെ മണക്കട്ടെ പരിക്കട്ടെ. എന്നിട്ട് ഗ്യാപ്പില്ലാത്ത പള്ളിയിൽ ലൈവ് കുനാഫയും ഐസ്ക്രീമും മറ്റതും മറിച്ചത് എന്തൊക്കെയോ വലിച്ചു കയറ്റി. കൂടുതലൊന്നും ഇനി പറയാനില്ല. താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. നമ്മളറിയുന്ന ഓരോ പരിപാടിയും ഇനി PP കാറ്ററിംഗിനുള്ളതാവട്ടെ. അപ്പസലാം.